എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോച്ചയുടെ വിഷയമാണല്ലോ. ബോച്ചയുടെ വിഷയമാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത്. അപ്പോൾ അതിനേക്കാളും ഇപ്പോൾ കത്തി ഏറെ ചർച്ചാ വിഷയത്തിലായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ബോച്ചെ ജയിലിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന് ജാമ്യം പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഷിയാസ് കരീമിനെ. അങ്ങനെ അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട്. അദ്ദേഹം എന്താണ് ഈ ബോച്ചെ ഹണി റോസ് വിഷയത്തിൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ജയിലിൽ പോകാൻ 14 ദിവസം റിമാൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിന് വലിയ അത്ര വലിയ കുറ്റമൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. എന്തോ ആവശ്യത്തിൽ അവരും വിഷയമാണ്. ഇപ്പൊ ഏറ്റവും വിഷമം വലിയ വിഷയമാണെന്ന് വെച്ചാൽ സ്ത്രീകളെ അതൊരു വിഷയമാണെങ്കിൽ പോലും ഈ ലോകത്ത് സ്ത്രീകളും പുരുഷന്മാരൊക്കെ വലിയ സ്ഥലമാണ്. രണ്ടുപേർക്ക് അങ്ങോട്ട് ഈക്വാലിറ്റിക്ക് വേണ്ടിയാണല്ലോ അവിടെ മത്സരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് വിട്ടുവീഴ്ച ചിലത് നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ വേറൊരു വ്യക്തി കൊണ്ട് നന്നാക്കാനും പറ്റില്ല ഈ ലോകത്ത്. പിന്നെ ജയിലിൽ പോയി. അതിനോട് ഞാൻ ചോദിക്കുന്നില്ല. കാര്യം ഇവിടെ കൊലപാതകം ചെയ്ത ജയിലിൽ പോയിട്ട് കാര്യം ഇവിടെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകളെ പിടിക്കാൻ പോലും ജയിലിൽ പോകുന്നത് അതൊക്കെ ആണല്ലോ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒരാളെ കൊല്ലുന്നതോ അല്ലെങ്കിൽ ഡ്രഗ്സ്. അതാണ് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്. ഷിയാസ് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകളെ പോലും പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ജയിലിൽ അടയ്ക്കുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ ഡ്രഗ്സ് കൈവശം വയ്ക്കുന്ന ആളുകളെ പോലും ഇത്രയും ഒരു ക്രിമിനലിനെ കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കുന്ന ഈ ഒരു സംവിധാനം ഇതുവരെയും അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും അതൊക്കെയല്ലേ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റം. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് കൂട്ടരും കൂടി അങ്ങ് ക്ഷമിക്കത്തക്ക കാര്യമല്ലേ ഉള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ശരിയാണ്, ബോച്ചയെ കൊണ്ട് ഒരു മാപ്പ് പറച്ചിലും നല്ലൊരു താക്കീതും കൊടുക്കത്തക്ക ഒരു വിഷയമാണ് ഇത്രയും വലിയ രീതിയിൽ കൊണ്ടുപോയത്. അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പരിഗണന എല്ലാ സ്ത്രീകൾക്കും എന്നും ഉണ്ടാവണം എന്നാണ് എനിക്കൊരു സ്ത്രീ എന്നുള്ള നിലയിൽ പറയാനുള്ളത്. ഇപ്പോൾ സെലിബ്രിറ്റികൾ മാത്രമല്ലല്ലോ സ്ത്രീകൾ, എല്ലാ സ്ത്രീകളും ഒരുപോലെ തന്നെയാണ്. അവർ സെലിബ്രിറ്റി ആണെങ്കിൽ ചിലപ്പോൾ സാധാരണക്കാർക്ക് കൂലിപ്പണിക്ക് പോകുന്ന സ്ത്രീകളായിരിക്കും. പക്ഷേ സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും അഭിമാനം രണ്ട് കൂട്ടർക്കും ഒരുപോലെ തന്നെയാണ്. സ്ത്രീക്കുള്ളതുപോലെ തന്നെയാണ് അഭിമാനങ്ങൾ പുരുഷനുള്ളത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പിന്നെ മറ്റൊന്നുമല്ല, നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സമയത്ത് എത്രയോ സ്ത്രീകൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എത്ര സ്ത്രീകൾ, അത് നിങ്ങളിൽ പലരും ന്യൂസ് കണ്ടവർക്കും കേട്ടവർക്കും ഒക്കെ മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. എത്ര പുരുഷന്മാരുടെ പേരിൽ കൊണ്ടുവന്ന് കള്ളപ്പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പുരുഷന്മാരുടെ അഭിമാനത്തെയാണ് അവിടെ വ്രണപ്പെടുത്തിയത്. എന്നിട്ട് ആ സ്ത്രീകളെ എന്ത് ചെയ്തു നമ്മുടെ ഭരണകൂടം? ഒന്ന് ഓർത്തു നോക്കൂ. എൻ്റെ ചോദ്യം ന്യായമാണോ എന്ന് ഒരു നിമിഷം ഓർത്തിട്ട് നിങ്ങൾ പറയൂ. എത്രയോ പുരുഷന്മാരെ കേസ് കൊടുത്തു അവർക്കെതിരെ. നമ്മുടെ നിവിൻ പോളിയെ ആയാലും അതുപോലെ നമ്മുടെ ജയസൂര്യ ആയാലും അങ്ങനെ പലരെയും ഞാൻ ആരുടെയും പേര് എടുത്ത് പറയുന്നില്ല. ഒടുവിൽ നമ്മുടെ നിവിൻ പോളി തെളിയിച്ചു പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ല എന്നുള്ള കാര്യം. അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞപ്പോൾ പരാതിക്കാരിയായിട്ട് വന്ന സ്ത്രീയെ, ഈ ഒരു മനുഷ്യനെ ഇത്രയധികം സമൂഹത്തിൻ്റെ മുന്നിൽ വലിച്ചു കയറി മാനം കെടുത്തിയ ആ ഒരു സ്ത്രീക്ക് എന്ത് ശിക്ഷയാണ് കൊടുത്തത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല ഇതുവരെ എന്ത് ശിക്ഷയാണ് കൊടുത്തതെന്ന്. ഇനി എൻ്റെ വിവരക്കേട് കൊണ്ടോ എൻ്റെ അറിവുകേട് കൊണ്ടോ ഞാൻ അറിയാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു വിഷയവും ഇവിടെ ചർച്ച ചെയ്യണം. ഈ പുള്ളിക്കാരൻ ഒരു ഡബിൾ മീനിങ് പറഞ്ഞതിൻ്റെ പേരിൽ, അത് ഒട്ടും ശരിയാണെന്ന് പറയുന്നില്ല, ഡബിൾ മീനിങ് പറയുന്നതൊക്കെ തെറ്റ് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു വൈകൃതം അല്ലെങ്കിൽ ഒരു വൈകല്യം തന്നെയാണ് ഈ മറ്റുള്ളവരുടെ അടുത്ത് ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുക എന്നത്. ചെറിയ കുട്ടികളോടാണെങ്കിൽ പോലും ഇദ്ദേഹം, ഞാനിങ്ങനെ തല ചൊറിയുമ്പോൾ പേനാണെന്ന് തെറ്റിദ്ധരിക്കും. തല നിറച്ച് പേനാണ്, കണ്ടില്ലേ, ഞെരിഞ്ഞെര ഓടുന്നുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധാരണയല്ല കേട്ടോ, അത് ശരിയായ സത്യമാണ്. എന്തായാലും ഞാൻ ഇനി തല ചൊറിഞ്ഞ് വീഡിയോകൾ ചെയ്യൂ.
അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, പേനൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പോൾ ഇദ്ദേഹം ഡബിൾ മീനിങ് ആണ് പറയുന്നത്. ഡബിൾ മീനിങ് പറയുന്നതൊന്നും ഒട്ടും ശരിയായ കാര്യമല്ല. പക്ഷേ അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡബിൾ മീനിങ് പുരുഷന്മാർ മാത്രമല്ല പറയുന്നത്, സ്ത്രീകളും പറയുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് പല സ്ത്രീകളും ഡബിൾ മീനിങ് വെച്ചിട്ട് സംസാരിക്കുന്നതിനെ പറ്റിയിട്ട്. എന്നാൽ കുറേ ആളുകളെങ്കിലും ചോദിക്കും, ഇവള് ഡബിൾ മീനിങ് പറയുന്നതൊക്കെ കേൾക്കാൻ പോയി നിന്നിട്ടുണ്ടാവുന്ന. അങ്ങനെയല്ല, തൊഴിലുറപ്പ് സ്ഥലത്തൊക്കെ വരുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ തമ്മിൽ, പെണ്ണുങ്ങൾ തമ്മിലാണ് കേട്ടോ, പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞ് ഉടനെ അവരെ ലെസ്ബിയൻ ആക്കരുത്. പെണ്ണുങ്ങൾ തമ്മിൽ ഇതുപോലെയുള്ള ഡബിൾ മീനിങ് വരുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ തൊഴിലുറപ്പിന് പോകുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഒരു വീഡിയോയിൽ ഒരുത്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പരമനാറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താടി നിനക്ക് ഈ യൂട്യൂബും കൊണ്ടിരിക്കാതെ നിനക്ക് തൊഴിലുറപ്പിന് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തൊഴിലുറപ്പിന് പോയിട്ടുണ്ടടി. അതിൽ പറയുന്നതിന് എനിക്ക് ഒരു മാനക്കേടുമില്ല. തൊഴിലുറപ്പിന് പോകുന്നവരെല്ലാം എന്താ പെണ്ണ് പിടിക്കാൻ അല്ലെങ്കിൽ വ്യഭിചരിക്കാനല്ലല്ലോ തൊഴിലുറപ്പിന് പോകുന്നത്. വളരെ മാന്യമായ രീതിയിൽ ജോലി ചെയ്യാനല്ലേ പോകുന്നത്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു തൊഴിലുറപ്പിന്. പക്ഷേ ഇപ്പോഴൊന്നും അല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും പോയിട്ടില്ല, കുറച്ചൊക്കെ. അപ്പോൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നല്ല പ്രായമായിട്ടുള്ള അമ്മച്ചിമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കോഡ് വെച്ചിട്ടൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ, അതവർക്കൊരു രസം, അവർക്കൊരു നേരം പോക്ക്. അപ്പോൾ ഈ ഡബിൾ മീനിങ് പറയുന്നത് ആണുങ്ങൾ മാത്രമല്ല, സ്ത്രീകളും പറയാറുണ്ട്, നല്ല രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ കൂടെ പണി ചെയ്യുന്നവരിരുന്ന് ചിരിക്കും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാറുമുണ്ട്, അതിനെക്കുറിച്ചിട്ട് ഒരു ചർച്ച ചെയ്ത് ചിരിക്കാറുമുണ്ട്. അപ്പോൾ ഡബിൾ മീനിങ് പറഞ്ഞതിൻ്റെ പേരിൽ ഒരാളെ പിന്നെ ഇതുപോലെ ഒരു ക്രിമിനലിനെ കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോയിട്ട് റിമാൻഡിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു വച്ചിരിക്കുന്നതൊന്നും അത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. ഇനി അഥവാ അത് ഒരു പുതിയ എന്താണ് പറയുന്നത്, നമ്മുടെ രാജ്യത്തെ ശിക്ഷയുടെ ഒക്കെ ഒരു അളവിൻ്റെ കുറവ് കൊണ്ടാണ് ശരിക്കും ക്രിമിനൽസുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് എന്നുള്ള കാര്യം പച്ച പരമാർത്ഥമാണ്. അപ്പോൾ ശിക്ഷാവിധിയിൽ 2025 കൂടി വന്നൊരു ചേഞ്ചാണ് അതെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ എല്ലാത്തിലും ഒരു ഈക്വാലിറ്റി വേണം. അതായത് പുരുഷന് കൊടുക്കുന്നത് പോലെ തന്നെയാണ് സ്ത്രീകൾ തെറ്റ് ചെയ്താലും തീർച്ചയായും അവരെ ശിക്ഷിക്കുക തന്നെ വേണം. പുരുഷനൊരു ശിക്ഷ, സ്ത്രീക്ക് വേറൊരു ശിക്ഷ, അത് ശരിയല്ല. പിന്നെ എനിക്കിപ്പോൾ ഈ ഒരു വിഷയത്തിൽ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇരയാക്കപ്പെട്ടവരുടെ പേര് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ 19 വയസ്സായ ഒരു പെൺകുട്ടി 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ കൊണ്ടു നടന്ന് പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് എവിടെയൊക്കെ കൊണ്ടുപോയി പീഡിപ്പിച്ചു, എത്രയോ വർഷം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു വാർത്ത കൊടുക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനലിൽ ഞാനൊരു വാർത്ത ഇട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിലെ ഈ ഒരു നാറിയ ഒരു രീതികളുണ്ടല്ലോ, ഈ ഒരു നാറ്റ കേസുകൾ, ഇതുപോലെ വരുന്ന നാണക്കേടുകളിൽ ലജ്ജിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ആ ഒരു പെൺകുട്ടി വേട്ടക്കാരിയായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇരയാക്കപ്പെട്ടത് ആൺകുട്ടിയും. എന്തുകൊണ്ട് പെൺകുട്ടിയുടെ പേര് എവിടെയൊക്കെയോ പരാമർശിക്കുന്നത് കേട്ടു, പക്ഷെ അവളുടെ ഫോട്ടോ ഒന്നിലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതെന്താ അങ്ങനെ? 19 വയസ്സായ പെൺകുട്ടിയാണ്, ചെറിയ പെൺകുട്ടിയാണ്, ഓക്കെ, അത് അവളുടെ ഒരു വൈകൃതം തന്നെ ആയിരിക്കാം, അല്ലാന്നൊന്നും പറയുന്നില്ല. അവൾക്ക് വേണ്ടത് നല്ലൊരു മാനസിക ചികിത്സ തന്നെയാണ്, അതിലൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ പെൺകുട്ടി ആയതുകൊണ്ടല്ലേ അവളുടെ ഫോട്ടോ ഒന്നിലും കാണിക്കാതിരുന്നത്. നേരെ മറിച്ച് 18 വയസ്സ് പൂർത്തിയായ ഒരു ആൺകുട്ടിയായിരുന്നുവെങ്കിൽ, ഓൾറെഡി പെൺകുട്ടിക്ക് 19 വയസ്സ് പൂർത്തിയായ കുട്ടിയാണെന്ന് പറയുന്നു, ഒരു 18 വയസ്സ് തികഞ്ഞ ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാ ചാനലിലും അവൻ്റെ ഫോട്ടോകൾ ഉൾപ്പെടുത്തുമായിരുന്നു. പെൺകുട്ടി ആയതുകൊണ്ടല്ലേ അവളുടെ ഫോട്ടോ ഉൾപ്പെടുത്താഞ്ഞത്? അപ്പോൾ ഇതൊക്കെയാണ്, ഇങ്ങനെ പാടില്ല. നിയമം എല്ലാവർക്കും, ഇവിടെ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് എനിക്ക് പുരുഷനൊപ്പം നിൽക്കണം, ആണും പെണ്ണിനും ഒരേ ലെവൽ തന്നെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പരസ്പരം അതിന് വേണ്ടിയിട്ട് പൊരുതുകയാണ് പെണ്ണുങ്ങൾ. ആണുങ്ങൾക്കൊപ്പം വേണം, ഒപ്പം വേണം, ഞങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം തുല്യരാണ്, ഇത് രാജ്യം ഇന്ത്യയാണ്, ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശം വേണമെന്നും പറഞ്ഞിട്ട് സ്ത്രീകൾ ഇങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് പ്രത്യേക ഒരു പരിഗണന കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അത് മറ്റൊന്നുമല്ല, ഈ പറയുന്നത് പോലെ
ഈ ഈ സ്ത്രീയെ ഇങ്ങനെ ഒരു ഡബിൾ മീനിങ് പറഞ്ഞതിൻ്റെ പേരിൽ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് ബോച്ചയുടെ ഒരു ചരിത്രം നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞാൽ എന്നാൽ ചോദിക്കും, ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ അവരുടെ ചരിത്രം ഓർക്കേണ്ട കാര്യമുണ്ടോ എന്ന്. ശരിക്കും ബോച്ച ഒരു വലിയ ബിസിനസ്സുകാരനാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് അതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല, ആ ഒരു പോയിന്റിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. പലരും വീഡിയോകളിൽ പറഞ്ഞു കേട്ടിരുന്നു, ബോച്ചയെ പോലുള്ള ഇത്രയും വലിയൊരു വ്യാപാരിയെ. നോ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ വ്യാപാരി എന്നുള്ളത് അങ്ങ് വിട്ടേക്കൂ. അത് സാമ്പത്തികം എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. അപ്പോൾ വ്യാപാരി എന്നുള്ളതല്ല ഞാൻ അവിടെ വിഷയത്തിലെടുക്കുന്നത്. മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ബോച്ചയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മനുഷ്യനെ, മറ്റുള്ളവരെ ഒരുപാട് കൈയയച്ച് സഹായിക്കുന്ന ഒരു മനുഷ്യനെ ഒരു ഡബിൾ മീനിങ്ങിൻ്റെ പേരിൽ പിടികിട്ടാ പുള്ളിയെ പോലെ കൊണ്ടുപോയി ഇതുപോലെ ഇപ്പോഴും ജയിലിൽ അടച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇത് അങ്ങേർക്ക് വിളിച്ചിട്ട് നല്ല രീതിയിൽ ഒരു താക്കീത് കൊടുക്കേണ്ട ഒരു വിഷയം മാത്രമായിരുന്നു ഇത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടൊരു കേസെന്ന് പറഞ്ഞാൽ 13 വയസ്സുള്ള മകളെ സ്വന്തം അച്ഛൻ 3 വർഷമോ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ കുട്ടിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് കുട്ടി പരാതിപ്പെട്ടതെന്നാണ് കേട്ടത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതുപോലെ ഒരുപാട് ചാരിറ്റികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അയാൾക്ക് നല്ലൊരു താക്കീത് കൊടുത്തു വിടേണ്ട ഈ ഒരു കേസിനാണ് ഇങ്ങനെ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ 13 വയസ്സ് പ്രായം മാത്രമുള്ളൊരു പെൺകുട്ടിയെ അതിൻ്റെ സ്വന്തം അച്ഛൻ, ജന്മം നൽകിയ അച്ഛൻ 2-3 വർഷമായിട്ട് അതിനെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പീഡിപ്പിച്ച ആ ഒരു അച്ഛന് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വിധി വന്നപ്പോൾ, അങ്ങേര് ചെയ്ത തെറ്റിൻ്റെ വിധി വന്നപ്പോൾ മരണം വരെ അയാളെ ജയിലിൽ അടയ്ക്കാനാണ് വിധി വന്നത്. പോരാത്തതിന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണം എന്നുള്ളൊരു വിധിയുമാണ് വന്നിരിക്കുന്നത്. എന്താ അല്ലേ? ഇവനെയൊക്കെ എന്തിനാണ് തീറ്റിപ്പോറ്റുന്നത് ജയിലിലിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനു തീറ്റിപ്പോറ്റണം? ഒരാളുടെ കൂടി ചിലവ് കുറഞ്ഞിരിക്കില്ല. ഒരാളെ അയാളുടെ മരണം വരെ തിന്നാൻ കൊടുത്ത് തീറ്റിപ്പോറ്റി അവിടെ ജയിലിൽ അടച്ചിട്ട് എന്ത് കിട്ടാനാണ്? അപ്പോൾ ചെയ്യേണ്ടത് ഇത്തരക്കാരെയൊക്കെ ഒരു ഒരു വധശിക്ഷയല്ലേ കൊടുക്കേണ്ടത് ഇവർക്കൊക്കെ. സ്വന്തം മകളെ മനസ്സിലാക്കാതെ അവളെ റേപ്പ് ചെയ്യുന്ന ഒരുത്തന് കൊടുക്കേണ്ട ശിക്ഷ, ഏറ്റവും വലിയ ശിക്ഷ അതിൽ കുറയുന്നില്ല. അത് സ്വന്തം ജന്മം നൽകിയ ഒരു മകളെ, ആ കുട്ടിയുടെ ആ ഒരു ലൈഫിൽ ആ കുട്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്തോരം മാനസിക സമ്മർദ്ദത്തിലായിരിക്കും അവൾ ജീവിക്കുക. അച്ഛൻ എന്ന് പറയുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് എന്തുമാത്രം വേദനയായിരിക്കും ഉണ്ടാവുക. അതിനേക്കാളേറെ പുരുഷവർഗത്തെ പോലും അവൾക്ക് പേടിയായിരിക്കില്ലേ. ഇപ്പോൾ 13 വയസ്സ് മാത്രമേ ഉള്ളൂ ആ പൊന്നുമോൾക്ക്. അവൾ കുറച്ചുകൂടി വലുതാവുന്ന സമയത്ത്, ഒരു വിവാഹപ്രായത്തിലേക്കൊക്കെ എത്തി നിൽക്കുന്ന സമയത്തൊക്കെ സെക്ഷലി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവളുടെ ഉള്ളിലേക്ക് വരുന്നത് ഭയമായിരിക്കും. അച്ഛൻ്റെ മുഖമായിരിക്കും അവളുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും കാരണക്കാരനായ അച്ഛനെ ജീവിതാവസാനം വരെ ഇട്ട് തീറ്റിപ്പോറ്റണോ, അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കണോ? നിങ്ങൾ തന്നെ പറയൂ, ഞാൻ പറയുന്നതിൽ എന്താ തെറ്റെന്ന്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ബോച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെടുത്ത് ഡയറക്റ്റ് അവരെ കൊണ്ട് മാപ്പ് ചോദിപ്പിക്കാമായിരുന്നു. പിന്നീട് വേണമെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാമായിരുന്നല്ലോ. അതിനുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുമായിരുന്നു ഈ പറയുന്ന മനുഷ്യൻ. 15 ലക്ഷം രൂപ സ്വന്തമായിട്ടൊരു മകളെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അച്ഛന് അവസാനം വരെ ജയിലിൽ കിടക്കുക, 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുക, ഇതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്നത് പോലെ ഇവരെടുത്ത് ഇങ്ങനെ ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിൻ്റെ പേരിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാമായിരുന്നു. പിന്നീട് വേണമെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന തുക കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിക്കായിരുന്നു. ഇതൊക്കെ ചെയ്യേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പേരിൽ ഇത്രയും വലിയൊരു ശിക്ഷ അയാൾക്ക് കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ഷിയാസ് കരീം പറയുന്നത് വളരെ കറക്റ്റാണ്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് സർക്കാരിനോട് പറയേണ്ട മറ്റൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു കാര്യം ബാക്കിയുള്ള മനുഷ്യരിലും ഉണ്ടാവണം. സാധാരണപ്പെട്ട എല്ലാ സ്ത്രീകളിലും ഉണ്ടാവണം. പുരുഷൻ സ്ത്രീക്ക് ഒപ്പമാണ് എന്ന് പറയപ്പെടുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന സ്ത്രീകളാണ് നമ്മുടെ സമൂഹത്തിൽ ഏറെയുമുള്ളത്. അപ്പോൾ പുരുഷനെതിരെ, അതായത് ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ പല പുരുഷന്മാർക്കുമെതിരെ കേസ് കൊടുത്ത സ്ത്രീകൾ ഇപ്പോഴും സേഫായിട്ടുണ്ട്. ഇവർക്കൊന്നും മറ്റ് ശിക്ഷകളൊന്നും അവർക്ക് എന്ത് ശിക്ഷയാണ്? ഈ പുരുഷന്മാരുടെ മാനം നഷ്ടപ്പെടുത്തിയതിന്, അവരുടെ ആത്മാഭിമാനം നശിപ്പിച്ചതിന് ഈ സ്ത്രീകൾക്ക് നിങ്ങൾ എന്ത് ശിക്ഷ കൊടുത്തു? അത് പറയൂ. എന്ത് ശിക്ഷയാണ് കൊടുത്തത്? അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ അധിക്ഷേപിച്ചാൽ, മാനഹാനി ഉണ്ടാക്കിയാൽ എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്? അതുകൂടി പറയൂ. ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ അധിക്ഷേപിച്ചാൽ
ഇതുപോലെ ബോഡി ഷെയ്മിങ് ചെയ്താൽ എന്ത് ശിക്ഷയായിരിക്കും കൊടുക്കുന്നത്? അതുകൂടി അറിയാനൊരു താല്പര്യമുണ്ട് എനിക്ക്. എല്ലാത്തിലും ഇക്വാലിറ്റി വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് സ്ത്രീകൾ. പുരുഷൻ സ്ത്രീയെ അധിക്ഷേപിച്ചാൽ മാത്രമല്ല, സ്ത്രീ സ്ത്രീയെ തന്നെ അധിക്ഷേപിച്ചാലും പുരുഷൻ പുരുഷനെ അധിക്ഷേപിച്ചാലും ശിക്ഷ ഇതുപോലെ കഠിനം തന്നെ ആവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കാശുള്ളവർക്ക് പൊതുവേ പറയുന്ന ഒരു കാര്യമാണത്. കാശുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. പാവപ്പെട്ട മനുഷ്യർക്ക് ഒറ്റ മനുഷ്യർ പോലും ഉണ്ടാവില്ല. പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു ബഹുമതി അല്ലെങ്കിൽ ഒരു നല്ല അഭിപ്രായം കിട്ടുക എന്ന് പറഞ്ഞാൽ അവർ മരിച്ചു കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ പറയും, അയ്യോ എന്ത് നല്ല മനുഷ്യനായിരുന്നു, ഇന്നലെയും ഞാൻ ഈ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞതായിരുന്നു, എന്ത് നല്ല ക്യാരക്ടറായിരുന്നു എന്നൊക്കെ പറയുന്നത് മരിച്ചു കഴിയുമ്പോഴാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ മേലെ എന്ത് തെറ്റ് എന്ത് കുറ്റം മറ്റുള്ളവർ ആരോപിച്ചു കഴിഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും കൂടുതലും ആളുകളുണ്ടാവുക. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല. ഷിയാസ് കരീം കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്, പക്ഷേ അത് കേൾപ്പിക്കാൻ ഒട്ടും നിവർത്തിയില്ല. കാരണം ഇവിടെ കറണ്ടില്ല, നെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, വൈഫൈ ഒന്നും ഓണാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഷിയാസ് കരീം പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് കേൾപ്പിക്കാൻ പറ്റാഞ്ഞത്. അധികമായിട്ട് പുള്ളിക്കാരൻ ഒന്നും പറയുന്നില്ല. അദ്ദേഹം പറയുന്ന കാര്യം ഇത് തന്നെയാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഡബിൾ മീനിങ് പറയുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് കരുതി അതിൻ്റെ പേരിൽ ഇത്രയും വലിയ തെറ്റ് ചെയ്ത ഒരാളെ പോലെ കൊണ്ടുപോയി ജയിലിലടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തെറ്റൊന്നും അല്ല അത് എന്നാണ് ഷിയാസ് കരീം പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ശരിക്കും പറയുകയാണെങ്കിൽ കൊലപാതകികളെയും റേപ്പ് കേസിലൊക്കെ പെടുന്ന ആളുകളെയും അല്ലെങ്കിൽ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൈക്കൽ വെക്കുന്ന ആളുകളെയൊക്കെയാണ് ഇതുപോലെ കൊണ്ടുവന്ന് ഇത്രയും കഠിനമായ ശിക്ഷകളൊക്കെ കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു ഡബിൾ മീനിങ് പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ ആവുന്നത് ശരിയല്ല. എന്നാൽ ബോച്ചെ പറഞ്ഞത് ശരിയാണെന്നും അദ്ദേഹം പറയുന്നില്ല. ഒരു മാപ്പ് പറയത്തക്ക രീതിയിലുള്ള കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തന്നെയാണ് ഈ പറയുന്നത് പോലെ ഷിയാസ് കരീം പറയുന്നത്. ഞാനും അതിനോട് 100% യോജിക്കുന്നുണ്ട്. ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്കുക. പിന്നീട് ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്ന് രാത്രി 9 മണിക്ക് ലൈവ്, 9 മണിക്ക് അല്ലെങ്കിൽ 9:30 ലൈവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ സഹോദരങ്ങളും ലൈവിൽ വരാൻ താല്പര്യമുള്ള എല്ലാ കൂടപ്പിറപ്പുകളും ലൈവിലേക്ക് വരിക. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്ന സഹോദരങ്ങൾ മാത്രം ലൈവിലേക്ക് വന്നാൽ മതി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാ സഹോദരങ്ങൾക്കും നന്ദി, നമസ്തേ.